ഹലോ ഓൾ, ദി ബി സി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് അല്ലെങ്കിൽ നെയിമിംഗ് സെറിമണി, അതും അല്ലെങ്കിൽ 28 എന്ന് പറയും. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിലി എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് തന്നെ എല്ലാവരും വന്നു. നമ്മൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നെയിം കണ്ടല്ലോ, ഈ ഒരു ഇപ്പം നെയിം റിവീൽ ചെയ്യാനുള്ള ഈ ഒരു ബോർഡ് ഇപ്രാവശ്യം വേണം നമുക്ക് ചെറിയ നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈനിലൊക്കെ നമ്മൾ കുറേ നോക്കി. പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഡെലിവറി ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മളിത് അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലാണ് നെയിം റിവീൽ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു, എൻ്റെ ഷോർട്സ് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എവിടെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ അമ്മ ഇപ്പം ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അമ്മ ഈ ഒരു ഫുൾ വീഡിയോയിൽ ഞാൻ അമ്മേൻ്റെ കൂടെയുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇതിൻ്റെ മെയിൻ സ്റ്റേജിലേക്കൊന്നും വന്നില്ല, കാരണം അമ്മയ്ക്ക് ബെഡ് റെസ്റ്റ് ആണ്. ഇപ്പോൾ എഴുന്നേറ്റൊക്കെ ഇരിക്കാം, പക്ഷേ എന്നാലും അമ്മയ്ക്ക് അങ്ങനെ വാക്കറൊക്കെ ഉപയോഗിക്കാനാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ ആ ഒരു മെയിൻ വെന്യൂലേക്ക് അമ്മ വന്നിട്ടില്ല. അമ്മയുടെ റൂമിൽ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ അമ്മയുടെ കൊണ്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം തന്നെ വന്ന് പന്തലൊക്കെ ഇട്ടു. പിന്നെ ഇതൊരു ഭയങ്കര ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ലായിരുന്നു. വളരെ കുറച്ച് പേരെ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ വിളിച്ചിട്ടുണ്ട് മാക്സിമം ആൾക്കാരെ. ഒന്നാമത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ദൂരമായതുകൊണ്ട് തന്നെ, പത്തനംതിട്ട ആയതുകൊണ്ടും നമ്മൾ കോഴിക്കോട് ആയതുകൊണ്ടും ഇത്രയും ദൂരം ഒരു മെയിൻ പ്രശ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് കുറച്ച് പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്തുള്ളവരും എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് റിലേറ്റീവ്സും ആയിരുന്നു ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വന്നവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഫാമിലിക്ക് ആസ് യൂഷ്വൽ താങ്ക് യു. എല്ലാം ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തതിനും എല്ലാം നടത്തി തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിമിംഗ് സെറിമണി എന്ന് പറയുമ്പം പല നാട്ടിലും പല പോലെയാണ് നടത്താറുള്ളത് കേട്ടോ. അത് ഈ ഒരു ഈവൻറ്റ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ചിലയിടത്ത് ഇപ്പം ആൺകുട്ടിയാണെങ്കിൽ എന്തോ 27th ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യുമെന്നും പെൺകുട്ടിയാണെങ്കിലാണ് 28th ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ നെയിമിംഗ് സെറിമണിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരട് കെട്ടുക എന്നുള്ളതാണല്ലോ. മെയിനായിട്ട് നൂല് കെട്ടെന്നും പറയും. അപ്പോൾ ഈ ചരട് കെട്ടുന്നതോട് കൂടിയിട്ട്, ചരട് കെട്ടുന്നത് അച്ഛൻ വീട്ടുകാരാണ്, അതുപോലെ പേര് ചൂസ് ചെയ്യുന്നതും അച്ഛൻ വീട്ടുകാരാണ്. നിങ്ങൾക്ക് അതിന് അല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി അച്ഛനോ വന്ന് ചരട് കെട്ടുന്നതോടുകൂടി ആ തറവാട്ടിലേക്ക് കുട്ടിയായി എന്നുള്ള ഒരു സങ്കല്പമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ, ഒരു വിശ്വാസമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ പല ഈ കസ്റ്റംസിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഓരോ നാട്ടിൽ പോകുമ്പോഴും ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വളരെ ഭയങ്കരമായിട്ടുള്ള ചടങ്ങൊന്നും ഇല്ലായിരുന്നു. വിളക്ക് കത്തിച്ച് വെച്ച് ഗണപതിക്കൊക്കെ കൊടുത്ത്, പിന്നെ നമ്മൾ കരിവള, വാങ്ങിയിട്ടുള്ള അരഞ്ഞാണം, മാല അങ്ങനത്തെയൊക്കെ ഒരുക്കി വെച്ച് അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ട് പേര് വിളിക്കുന്നു. പിന്നെ തേനും വയമ്പും ഒക്കെ തേക്കുന്നു, നാവിൽ കൊടുക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഈ തേനും വയമ്പിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുള്ള വേറൊരു മിത്താണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് തേനും വയമ്പും കൊടുക്കുന്ന ആളുടെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റും ക്യാരക്ടറൊക്കെ കുട്ടിക്ക് കിട്ടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് കേട്ടിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും അതിൽ വിശ്വാസമുണ്ടോ, അതിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറ്റില വെച്ചിട്ട് ഒരു ചെവി മറച്ചു പിടിച്ചിട്ട് മറ്റേ ചെവിയിലാണ് നമ്മൾ പേര് വിളിക്കുന്നത്. 3 പ്രാവശ്യം എങ്ങാണ്ട് പേര് വിളിക്കും. അപ്പോൾ പേരറിയാമല്ലോ, ഞാൻ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. ജാനകി എന്നുള്ള പേരാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ട്രഡീഷണൽ നെയിമാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് ചോദിച്ചു അറിയാത്തവർ. അതുപോലെ ഈ പേരിടാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സീത എന്ന് പറയുന്ന സീതാദേവിയുടെ സിനോണിമാണ്, പര്യായമാണ് ജാനകി എന്ന് പറയുന്നത്. ജനക മഹാരാജാവിൻ്റെ മോളായിട്ടുള്ള ജാനകി എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ പേര് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശിയുടെ പേരാണ് ജാനകി എന്ന് പറയുന്നത് കേട്ടോ.
അമ്മയുടെ പേരാണ് ജാനകി. അപ്പോൾ ചേട്ടന് ആദ്യം തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഗേൾ ബേബി ആണെങ്കിൽ ജാനകി എന്നുള്ള പേരിടാന്നുള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സെലക്ഷനോ ഒന്നും നടത്തിയിട്ടില്ല. നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഈ ഒരു നെയിം ഫിക്സഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നെയിം എനിക്കും ഇഷ്ടമാണ്. പിന്നെ എനിക്കും പൊതുവേ ഇങ്ങനെ കുറച്ച് ട്രഡീഷണൽ നെയിമിനോടാണ് താല്പര്യം, പുതിയ നെയിമിനേക്കാളൊക്കെ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഈ പേര് ഫിക്സ് ചെയ്യാന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ആ പേരാണ് ഇട്ടത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈ തേനും വയമ്പും കൊടുക്കുന്നു, പിന്നെ പേര് വിളിക്കുന്നു, പിന്നെ കരിവള ഇടുന്നു, പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ കുറച്ച് പേരിടുന്നു. അത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള വേറെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കിണ്ടിയിലൊക്കെ നിറച്ച് വെച്ചിട്ട് അതിൽ കരിക്കട്ട, മോതിരം, അങ്ങനെ എന്തൊക്കെയോ ഇടും. പിന്നെ അത് ചൂസ് ചെയ്യും, അതിനനുസരിച്ച് കൊച്ചിൻ്റെ ക്യാരക്ടർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം വന്ന ആൾക്കാരൊക്കെ കൊച്ചിന്, പിന്നെ അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ പാല് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടാത്തതുകൊണ്ടല്ല, ഈ പശുവും പാൽ അല്ലെങ്കിൽ നമ്മൾ ഈ പാക്കറ്റ് പാലൊക്കെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊച്ചിന് ചിലപ്പം ഈ പറഞ്ഞ പോലെ കഫക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പർപ്പസ്ഫുള്ളി വേണ്ട എന്ന് തീരുമാനിച്ചതായിരുന്നു ഈ പാല് കൊടുക്കുന്ന ചടങ്ങ് കേട്ടോ. അപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. അത് കൊച്ചിൻ്റെ ഒരു ഹെൽത്ത് സൈഡ് നോക്കിയിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ അന്നുണ്ടായിരുന്ന വേറൊരു പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത്, കൊച്ചിന് അന്ന് ആദ്യമായിട്ടാണ് കണ്ണെഴുതുക, അതുപോലെ മുഖത്തൊക്കെ പിരികൊക്കെ എഴുതി കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. അതുവരെ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം. എനിക്ക് പൊതുവേ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, ഓക്കെ പെൺകുട്ടിയല്ലേ, അപ്പോൾ കണ്ണൊക്കെ എഴുതി നന്നായിട്ട് പിരികൊക്കെ എഴുതി കൊടുക്കാം, എന്നിട്ട് ഈ പറയുന്ന പോലെ നമുക്കൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് 28 കഴിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കുന്ന ചേച്ചിയാണ് പറഞ്ഞത് അത് കുഞ്ഞും അമ്മയും അങ്ങനെ തന്നെയാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 28 വരെ ഞാനും ഈ പറയുന്ന പോലെ ഓർണമെൻറ്റ്സ് ഇടുവോ അല്ലെങ്കിൽ ഒരുങ്ങുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ 28 കഴിയുമ്പോൾ അല്ലെങ്കിൽ 28-ന് അന്നാണ് രാവിലെ കൊച്ചിനെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്, ഞാനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടുന്നത് ഈ ഇത്രയും ടൈമിനിടയ്ക്ക്. അപ്പോൾ അന്ന് തൊട്ടിട്ടാണ് കുഞ്ഞിന് നമുക്ക് കണ്ണെഴുതുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഈ ചടങ്ങ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ണൊക്കെ എഴുതി ഇതൊക്കെ തൊട്ട് വെച്ച് കൊടുത്തത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ കൺമഷി, ഈ നമ്മൾ ശ്രദ്ധിക്കാതെ വാങ്ങുന്ന ഈ കൺമഷിയിലൊക്കെ ലെഡ് കണ്ടൻ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാം ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിക് കമ്പനിയുടെ കാജലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഹെർബൽ പ്രോഡക്റ്റാണെന്നാണ് പറഞ്ഞിട്ട് അത് ഓൾറെഡി ഓർഡർ ചെയ്ത് വാങ്ങുമായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അത് പഴയ നമ്മുടെ ഒരു കൺമഷി പോലെയല്ല, ഒരു സ്റ്റിക്ക് പോലത്തെ കാജൽ സ്റ്റിക്ക് പോലെയുള്ളൊരു കൺമഷിയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പിരികെ എഴുതിയതും കണ്ണൊക്കെ എഴുതി കൊടുത്തത് കേട്ടോ. പിന്നെ പൗഡർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ കാര്യമായിട്ടൊന്നും. അങ്ങനെ ആയിരുന്നു ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഫുഡ് എന്ന് പറയുമ്പം 28 ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ പേരിൽ കൊടുക്കുന്ന ആദ്യത്തെ ഒരു ചടങ്ങാണല്ലേ, മെയിനായിട്ട് വരുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇനി അല്ലാതെ വേറെ എവിടെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ നമ്മൾ 28-ന് എല്ലായിടത്തും സദ്യയാണ്. അപ്പം നമ്മളിവിടെ മലബാർ രീതിയിലുള്ള സദ്യയായിരുന്നു ഉണ്ടായിരുന്നത്. പാലട പായസവും പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ കൊടുത്തിട്ട് ഒരു സദ്യയായിരുന്നു. സദ്യ അത്യാവശ്യം നല്ലതായിരുന്നു, ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ വിളിച്ച മെജോറിറ്റി ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേർക്കൊക്കെ വേറെ എമർജൻസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാണ്ടിരുന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പം ഫാമിലി എല്ലാവരും, അമ്മയുടെ ഹോസ്പിറ്റലുള്ളവർ പ്രത്യേകിച്ച്, അവരെല്ലാം അവരുടെ ഷിഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവരന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്ലിപ്സിലൊക്കെ കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ നൂലുകെട്ടിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ബാക്കി നിങ്ങൾ ഇനി വീഡിയോ കാണുക,
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ചടങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. പിന്നെ അമ്മയുടെ കേസ് ഞാൻ പറഞ്ഞു, അമ്മയ്ക്കിപ്പം ഓക്കെ ആയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് വരുന്നൊരു കോമൺ ക്വസ്റ്റ്യനാണ് അമ്മ എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിവേ താങ്ക് യു. അമ്മയുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അത് നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നെങ്കിലും ദൈവം സഹായിച്ച് നമുക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റി, ഫേസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ആണെങ്കിലും അമ്മ ബെറ്റർ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിനി ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. താങ്ക് യു.